നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലത്തെ കാറ്റിലും മഴയിലും 13 ഓട് പൊട്ടിയിട്ടുണ്ട്. കുട്ടി കിടക്കുമ്പോഴാണ് ആ ഓട് പൊട്ടിയത്. കുട്ടി അപ്പുറത്തെ സൈഡ് കിടക്കുന്ന കാരണം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഞാൻ കിടക്കാൻ പോവുമായിരുന്നു, കാരണം വീട്ടിലത്തെ എല്ലാവർക്കും പനിയാണ്. ചെമ്പ് വെച്ചാണത് വെള്ളം വീഴുന്നതാണോ അല്ലേ? അതെ 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 അതെ. മലമ്പുഴ SP ലൈനിലെ ഫാത്തിമയും ഫാത്തിമയുടെ മകൾ ജാസ്മീനും ജാസ്മീൻ്റെ മക്കളായ കടുക്കാങ്കുന്നം സ്കൂളിലെ UKG വിദ്യാർത്ഥിയും മലമ്പുഴ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയും വളരെ ഭീതിയോടെയാണ് താമസിക്കുന്നത്. മരം വളർന്നു വലുതായി ഭിത്തി വിണ്ട് കീറിയിരിക്കുകയാണ്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ വീടിനകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഷോക്കടിക്കുമോ എന്ന ഭീതിയിലും കൂടിയാണ് ഇവർ താമസിക്കുന്നത്. ഇന്നലെ ഓട് പൊട്ടി അകത്തേക്ക് വീണ് അത്ഭുതകരമായാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. പഞ്ചായത്ത് അധികൃതരോട് പല പ്രാവശ്യവും പരാതി പറഞ്ഞിട്ടും ഈ മരം മുറിച്ചു മാറ്റാനോ മറ്റ് നടപടികൾ എടുക്കാനോ അവർ തയ്യാറായില്ലെന്ന് ജാസ്മീനും ഫാത്തിമയും പറയുന്നു. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് ഇവർ ഇവിടെ താമസിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് ഈ മരം മുറിച്ചു മാറ്റാൻ തയ്യാറായെങ്കിലും ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് ആ മരം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവരുടെ വീട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കുഞ്ഞു കുട്ടികളടക്കം ഏതു നിമിഷവും അപകടം വരാൻ സാധ്യതയുണ്ട്. അധികൃതർ ശ്രദ്ധിക്കണം. ഈ മരം കാരണം അടുക്കള ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. കാരണം ഈ മരം വളർന്നതിന് ശേഷം ഈ ചുമര് ഫുള്ളായിട്ട് വീണ്ടിരിക്കുകയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഫുള്ളായിട്ട് അകത്ത് വരികയാണ്. കുട്ടികൾ ഒരു മാസത്തിൽ 20 ദിവസം കുട്ടികൾക്ക് അസുഖമാണ്. 10 ദിവസം മാത്രം സ്കൂളിലേക്ക് പോകുന്നുള്ളൂ. എപ്പോഴും സ്കൂളിൽ കംപ്ലൈൻ്റാണ് ഈ അസുഖങ്ങൾ. ഇന്നടക്കം 5 ഇപ്പോൾ മോളെ സ്കൂളിൽ വിളിച്ചുകൊണ്ടേയിരിക്കണം, എന്താണ് പ്രശ്നം, ഇങ്ങനെ എന്താ ലീവ് എടുക്കുന്നത് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ്. കാരണം ഇതാണ്. കാരണം നമ്മൾ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഫണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇറിഗേഷൻ എല്ലാ മരങ്ങളും വെട്ടി. കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കൊണ്ട് പാതി മരങ്ങൾ വെട്ടിയില്ല എന്നല്ല, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കും ഫണ്ട് കഴിഞ്ഞു എന്നാണ് ഇറിഗേഷൻ അവർ പറയുന്നത്. പിന്നെ അപ്പോൾ അവർ അതാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല, എന്താ ചെയ്യുക ഒന്നും അറിയില്ല. നോക്ക്, ഇന്ന് മോൻ കടന്നുറങ്ങുമ്പോൾ ഓട് പൊട്ടി 4, 5, 6 ഓട് കുട്ടീൻ്റെ മേത്ത് വീഴേണ്ടതാണ്. കുട്ടി ഇങ്ങോട്ട് നീങ്ങിയത് കാരണം കൊണ്ട് കുഴപ്പമില്ലാതായി. എത്ര ആളാ മക്കള്? 2 കുട്ടികൾ. എത്ര വയസ്സായി അവർക്കൊക്കെ? ഒരാൾക്ക് വന്നിട്ട് 8 വയസ്സ്, ഒരാൾക്ക് വന്നിട്ട് 10 വയസ്സ്. 2 കുട്ടികളും? അതെ. അവരേത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഒരാൾ കടുക്കാങ്കുന്നും, ഒരാൾ മലമ്പുഴ സ്കൂൾ. അപ്പോൾ ഈ മരം വെട്ടാൻ പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും ഒരു പ്രതികരണം ഉണ്ടായില്ല. ഫണ്ട് കഴിഞ്ഞു എന്നും പറഞ്ഞ് അവർ ഒഴിവായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഭീതിയോട് കൂടിയിട്ടാണ് താമസിക്കുന്നത്. കറണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഷോക്ക് അടിക്കുമെന്നുള്ളത്. കാരണം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കുറേ ഇതൊക്കെ സോഫ അതൊക്കെ നശിച്ചുപോയി. കാരണം ഈ മഴവെള്ളം വന്നത് കാരണം കൊണ്ട് കറണ്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മഴ പെയ്ത വന്നിട്ട് അകത്തേക്കൊക്കെ വെള്ളം നിറയൂലേ? ഫുള്ളായിട്ട് വെള്ളം നിറയണം അകത്തേക്ക്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.